ഹായ് വെൽക്കം ടു മൈക്കം ഇന്ത്യൻ പൊളിറ്റി സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാണുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അല്ലെങ്കിൽ റിട്ട് ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ഓൾ ദ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഫ്രം S3 KTU കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടോപ്പിക്. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് വീഡിയോയിൽ എന്താണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, എന്തൊക്കെ റിട്ട് ജൂറിസ്ഡിക്ഷൻസ് ഉണ്ട്, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്തൊക്കെ അവകാശങ്ങളാണുള്ളത്, ഇതൊക്കെ ഡീറ്റെയിലുകളെല്ലാം കണ്ടിരുന്നു. So I will give you that particular link over there in the comment section. You can check out that. അത് ഫസ്റ്റ് കണ്ടിട്ട് സെക്കൻഡ് വീഡിയോ കാണുന്നതാവും കൂടുതൽ യൂസ്ഫുൾ എന്ന് പറയാം. നമ്മുടെ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിട്ടുകൾ ഏതാണ്? ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ് ഉണ്ട്, പ്രോഹിബിഷൻ ഉണ്ട്, സെർഷ്യോറി ഉണ്ട്, ക്യൂവോ വാറന്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് എങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഇത് ഒറിജിനസ് ജൂറിസ്ഡിക്ഷൻ ആണ്, കൺകറന്റ് ആണ്, ഇവയൊക്കെ ഡീറ്റെയിലുകളെല്ലാം കണ്ടു. നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മൾ 5 റിട്ട് ജൂറിസ്ഡിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 5 ജൂറിസ്ഡിക്ഷനെ നമ്മൾ 5 എണ്ണത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. So the first one is called habeas corpus. Habeas corpus. To have the body of. Habeas corpus എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് to have the body of. ഫോർ എക്സാമ്പിൾ, ഈ പറയപ്പെടുന്ന സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ പറയപ്പെടുന്ന വ്യക്തിയുടെ ബോഡി ഹാജരാക്കണം. ദാറ്റ് ഈസ് കോൾഡ് ടു ഹാവ് ദ ബോഡി ഓഫ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിൾ ഉദാഹരണം എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇത് കാണുന്നവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് വെച്ച് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു 23 വയസ്സുണ്ട്, യു ഹാവ് ടു 23 years of old. നിങ്ങളൊരു 19 വയസ്സുള്ള പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ്. ഓക്കെ, ജെന്റിന് ഇത്ര വയസ്സുണ്ട്, ലേഡിയെ സംബന്ധിച്ചിടത്തോളം 19 വയസ്സുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. അപ്പൊ നിങ്ങൾ ഒന്നിച്ച് വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ ഒരു തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ ഈ കുട്ടിയെ കിട്ടണം. അപ്പൊ കുട്ടി ഓൾറെഡി എന്താണ് നിങ്ങളുടെ കൂടെ വരാനായിട്ട് റെഡിയാണ്. അപ്പൊ നിങ്ങൾ കോർട്ടിൽ അപ്രോച്ച് ചെയ്യുന്നു, ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, പെൺകുട്ടിയെ വീട്ടിൽ ഡിറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം, അപ്പൊ ആളെ ഹാജരാക്കണം എന്ന് പറഞ്ഞു നമ്മൾ ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോർട്ട് ഇഷ്യൂ ചെയ്യും, ഈ പറയപ്പെടുന്ന വ്യക്തി കോർട്ടിൽ ഹാജരാവണം. അപ്പൊ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ പൊളിറ്റി പഠിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വൺ ഓഫ് ദി മോസ്റ്റ് യൂസ്ഫുൾ തിങ് ആണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ദ ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ടു ദ പേഴ്സൺ വാസ് ഡിറ്റൈൻഡ് ബൈ അനദർ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പെൺകുട്ടിയുടെ കാര്യത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഈ പറയപ്പെടുന്ന കോർട്ടിന് മുമ്പിൽ ഹാജരാക്കണമെന്ന്. സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബുൾവർക്ക് ഓഫ് ഇൻഡിവിജ്വൽ ലിബർട്ടി. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ബുൾവർക്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതായിട്ട് കണക്കാക്കുന്ന ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ആർബിട്രറി ആയിട്ടോ അല്ലെങ്കിൽ നിയമം അല്ലീഗലായിട്ടോ ഡിറ്റൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറയപ്പെടുന്ന വ്യക്തിയെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് പെറ്റീഷൻ എന്ന് പറയുന്നത്, അല്ലെ ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടന്റ് പോയിന്റ്, ക്യാൻ ബി ഇഷ്യൂഡ് അഗൈൻസ്റ്റ് എൻ ഇൻഡിവിജ്വൽ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് എ പബ്ലിക് ഇൻഡിവിജ്വൽ. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അഗൈൻസ്റ്റ് എ പബ്ലിക് ആസ് വെൽ ആസ് അഗൈൻസ്റ്റ് എ പ്രൈവറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? പ്രൈവറ്റ് ആണ്. സോ പ്രൈവറ്റ് ആയിട്ടുള്ള കേസിനകത്തുമാകും അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കേസിനകത്തും ഈ പറയപ്പെടുന്ന ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ജൂറിസ്ഡിക്ഷൻ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ജൂറിസ്ഡിക്ഷൻ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് മാൻഡമസ്. മാൻഡമസിന്റെ മീനിങ് വി കമാൻഡ് ഡയറക്റ്റ് ആക്ടിവിറ്റി. ഈ ഓരോന്നിന്റെ മീനിങ് നമ്മൾ പഠിച്ചാലാണ് നമുക്ക് അതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത്. വി കമാൻഡ് ഡയറക്റ്റ് ആക്ടിവിറ്റി. അപ്പൊ ബേസിക്കലി നമ്മൾ ഒരാളെ കമാൻഡ് ചെയ്യുക, ഡയറക്റ്റ് ആക്ടിവിറ്റി, നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്തേ പറ്റൂ. ദാറ്റ് മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, സുപ്രീം കോർട്ട് ആവാം അല്ലെങ്കിൽ ഹൈക്കോർട്ട് ആവാം. ഹൈക്കോർട്ട് ഏതെങ്കിലും ഒരു പബ്ലിക് ഓഫീസറെ ഒരു വ്യക്തിയോട്, ഫോർ എക്സാമ്പിൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട്, ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്യേറ്റമുണ്ട്, ഒരു ഇന്ന ഏരിയയിൽ കയ്യേറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, മൂന്നാർ ഏരിയയിൽ കയ്യേറ്റമാണെങ്കിൽ, മൂന്നാർ ഏരിയയിൽ കയ്യേറ്റമാണ്. അപ്പം കോർട്ട് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഇഷ്യൂ ചെയ്യാണ്. RDOയ്ക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റർക്ക് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഇഷ്യൂ ചെയ്യാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ സാധനം പൊളിച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു വ്യക്തി മാൻഡമസ് കൊണ്ടുപോയി ഫയൽ ചെയ്തിട്ടുണ്ട്, എന്താ ഇങ്ങനെ ഒരു അനധികൃതമായിട്ടുള്ള കയ്യേറ്റമുണ്ട്, അവിടുന്ന് അത് പൊളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കോർട്ടിന് മാൻഡമസ് റിട്ട് ഇഷ്യൂ ചെയ്തിട്ട് RDOയോടോ DMനോടോ ഈ പറയപ്പെടുന്ന എന്താ പറയുക പൊളിച്ചു മാറ്റുക എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യണമെന്ന് ആവശ്യപ്പെടും. സോ ഏതെങ്കിലും ഒരു ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി അഗൈൻസ്റ്റ് എ പബ്ലിക് ഒഫീഷ്യൽ, ഗവൺമെന്റ് സർവീസിന്. പബ്ലിക് ഒഫീഷ്യൽ മീൻസ് ഗവൺമെന്റ് സർവീസ്.
പബ്ലിക് ഒഫീഷ്യൽ മീൻസ് ഗവൺമെന്റ് സർവന്റ്. ഗവൺമെന്റ് സർവന്റിനോട് ഈ പറയപ്പെടുന്ന ഗവൺമെന്റ് ഓഫീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയോട് ഈ പറയപ്പെടുന്ന അയാളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ പെട്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്ന ജൂറിസ്ഡിക്ഷനാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇത് ആർക്കെതിരെ ഇഷ്യൂ ചെയ്യാം? ഒരു പബ്ലിക് ബോഡിക്കെതിരെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഒരു കോർപ്പറേഷനോട് എന്താ ആവശ്യപ്പെടാം? ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്ത് ഒരു തോടിലും അല്ലെങ്കിൽ ഒരു കനാലിലും മുഴുവൻ വേസ്റ്റ് ക്ലീൻ ചെയ്യണമെന്ന് കോർപ്പറേഷനോട് ആവശ്യപ്പെടാം. ഇൻഫീരിയർ കോർട്ട്, ഫോർ എക്സാമ്പിൾ സുപ്രീം കോടതിക്കാണ് ഹൈക്കോടതിയോട് ഇന്നൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോടതി ഇന്നൊരു കാര്യം ചെയ്യണം. ട്രിബ്യൂണൽ, വാട്ട് ഈസ് ട്രിബ്യൂണൽ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അഡ്മിനിസ്ട്രേറ്റീവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അല്ലെങ്കിൽ ദേ ക്യാൻ ഈവൻ ആസ്ക് ടു ദ യൂണിയൻ ഗവൺമെന്റ് ഓർ ദ സെൻട്രൽ ഗവൺമെന്റ് ടു ഡു വൺ പർട്ടിക്കുലർ ആക്ടിവിറ്റി. ആർക്കെതിരെ ഇഷ്യൂ ചെയ്യാൻ പാടില്ല? ഇറ്റ് കനോട്ട് ബി ഇഷ്യൂഡ് അഗൈൻസ്റ്റ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഒരാൾ വീട്ടിലിരിക്കുന്നു, ആ വീട്ടിലിരിക്കുന്ന വ്യക്തിയോട് ഇന്ന പണി ചെയ്യണമെന്ന് ആവശ്യപ്പെടാനായിട്ട് മാൻഡമസ് ഇഷ്യൂ ചെയ്യേണ്ടി വരില്ല. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ഹേബിയസ് കോർപ്പസ് ആണെങ്കിൽ ഹേബിയസ് കോർപ്പസ് പ്രൈവറ്റ് ഇൻഡിവിജ്വലിനും പബ്ലിക് ഇൻഡിവിജ്വലിനും എതിരെ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ മാൻഡമസ് എന്ന് പറയുന്നത് പബ്ലിക് ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ പബ്ലിക് ഓഫീസിൽ അല്ലെങ്കിൽ പബ്ലിക് ഓഫീസുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ മാത്രമേ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ദാറ്റ് വാസ് എ സെക്കൻഡ് jurisdiction. Third one is called the prohibition. Prohibition is called forbid the direct inactivity. That means, for example, there is a higher court. If you are considering a Supreme Court, a high court, അതൊരു ലോവർ കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണലിനോട് പറയുകയാണ്, ഫോർ എക്സാമ്പിൾ യു ആർ എക്സീഡിങ് യുവർ ജൂറിസ്ഡിക്ഷൻ. ഓരോ കോർട്ടിനും അവരുടേതായ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അതായത് ഒരു കോർട്ടിന് എടുക്കാവുന്ന കേസുകൾ ഒരു പരിധിയുണ്ട്. ഇത്ര വരെ ശിക്ഷ വരാവുന്ന ഒരു കേസായിരിക്കും അവർക്ക് പരിഗണിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പല ട്രിബ്യൂണൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം കൺസ്യൂമർ കോർട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ, ഓരോ കേസുകളും ഇത്ര തുകയുടെ എത്രയും എമൗണ്ട് വരുന്ന കേസുകളാണെങ്കിൽ അത് ഓരോരുത്തടത്തും ഓരോ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ടിലാവാം, ചിലത് സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിലാവാം, ചിലത് സെൻട്രൽ കൺസ്യൂമർ കോർട്ടിലാവാം ആ കേസുകൾ പോയിട്ട്. അതിനെ അവരുടെ ആ പറയപ്പെടുന്ന ജൂറിസ്ഡിക്ഷനേക്കാൾ പുറത്തു നിന്നുള്ള കേസാണ് അവരെടുക്കുന്നതെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ് പ്രോഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ പറഞ്ഞു ഹൈക്കോടതി ഇഷ്യൂ ചെയ്യുന്നത് ലോവർ കോർട്ടിനോടോ ട്രൈബ്യൂണലിലേക്കാണ്. ലോവർ കോർട്ട് എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ബോഡിയും ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുമാണ്. അപ്പോൾ ഇതൊരു ജുഡീഷ്യൽ ബോഡിക്കെതിരെയോ ക്വാസി ജുഡീഷ്യൽ ബോഡിക്കെതിരെയോ ഈ പറയപ്പെടുന്ന പ്രോഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇത് ആർക്കെതിരെ ഇഷ്യൂ ചെയ്യാൻ പാടില്ല? ഇറ്റ് കനോട്ട് ബി ഇഷ്യൂഡ് അഗൈൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. ഫോർ എക്സാമ്പിൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലിരിക്കുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽക്കെതിരെ പ്രോഹിബിഷൻ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ലെജിസ്ലേറ്റീവ് ബോഡിക്കെതിരെ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ലെജിസ്ലേറ്റീവ് ബോഡി മീൻസ് ഫോർ എക്സാമ്പിൾ കോർപ്പറേഷനെതിരെ ഒരു കോർപ്പറേഷൻ ലെജിസ്ലേറ്റീവ് ബോഡി നിയമം പാസ്സാക്കാൻ ലെജിസ്ലേറ്റീവ് ബോഡി ഇല്ല. നമുക്ക് നിയമസഭയ്ക്കെതിരെയോ പാർലമെന്റിനെതിരെയോ ഈ പറയപ്പെടുന്ന പ്രോഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. It cannot be issued against a private individual. Again, it cannot be issued against a private individual. It is a preventive in nature. Why it is called preventive? They are preventing that particular action. ഈ പറയപ്പെടുന്നത് നിങ്ങളുടെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. ദേ ആർ ജസ്റ്റ് പ്രിവെന്റിങ് ഇറ്റ്. ഓക്കെ, ദേ ആർ നോട്ട് ക്യൂറേറ്റിംഗ് ഇറ്റ്. ക്യൂറേറ്റീവ് എന്താണ്, പ്രിവെന്റീവ് എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് സെർഷ്യോറി. സെർഷ്യോറി മീൻസ് ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ്. അതായത് ഹൈക്കോർട്ട് ലോവർ കോർട്ടിനോ ട്രിബ്യൂണലിനോ അവർ ഇത് ഇഷ്യൂ ചെയ്യുകയാണ്. എന്താണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ പെൻഡിങ് ആയിരിക്കുന്ന ഒരു കേസ് ഈ പറയപ്പെടുന്ന ഹൈക്കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് പ്രൊസീജിയറുകളെ സ്ക്വാഷ് ചെയ്യുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഓർഡർ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസിൽ ലോവർ കോർട്ട് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിനെ മുഴുവൻ സ്ക്വാഷ് ചെയ്യുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോർട്ട് ലോവർ കോർട്ടിലേക്കോ ട്രിബ്യൂണലിലേക്കോ ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ് സെർഷ്യോറി എന്ന് പറയുന്നത്. ഇത് ഏത് സാഹചര്യത്തിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം? ഒന്നാമത്തെ കാര്യം, ദർ ഇസ് എ ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ. അതായത് നിയമപരമായി അതിനകത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഇഷ്യൂ ചെയ്യാം. ദർ എക്സസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ. ഫോർ എക്സാമ്പിൾ ആ പറയപ്പെടുന്ന കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷന് വെളിയിലുള്ള കാര്യത്തിലാണ് അവർ ജൂറിസ്ഡിക്ഷൻ പാസ്സാക്കിയിരിക്കുന്നത് എങ്കിൽ ഈ പറയപ്പെടുന്ന സെർഷ്യോറി വെച്ചിട്ട് ആ പറയപ്പെടുന്ന പാസ്സാക്കിയ മുഴുവൻ ഓർഡറുകളെയും സ്ക്വാഷ് ചെയ്യാനായിട്ട് പറ്റും. It is preventive as well as curative in nature. For example, when you are considering prohibition is just preventing that particular action. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ദേ ആർ പ്രിവെന്റിങ്, ദേ ആർ ജസ്റ്റ് ലോവർ കോർട്ട് ഓവർറൂൾ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ആക്ഷൻസ് ഒന്നും എടുക്കാനായിട്ട് പാടില്ല എന്ന് ആവശ്യപ്പെടുന്നു. ദാറ്റ് ഈസ് കോൾഡ് പ്രിവെന്റിങ്. ബട്ട് വെൻ യു ആർ ടേക്കിംഗ് സെർഷ്യോറി മീൻസ് ദേ ആർ ആസ്കിംഗ് ദാറ്റ് they are squashing the orders. For example, ആ ലോവർ കോർട്ട് പാസ്സാക്കിയ എല്ലാ ഓർഡറുകളും അല്ലെ എല്ലാ ജൂറിസ്ഡിക്ഷനുകളും അല്ലെ എല്ലാ വെർഡിക്റ്റുകളും സ്ക്വാഷ് ഔട്ട് ചെയ്ത് കളയുന്നു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ബോത്ത് പ്രിവെന്റീവ്. നമ്മൾ ആ ലോവർ കോർട്ട് കൊടുത്ത വെർഡിക്റ്റ് മൂലം ഉണ്ടാക്കിയ ഒരു കാര്യത്തെ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിനെ ക്യൂർ ചെയ്യുന്നു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ക്യൂറേറ്റീവ് ആസ് വെൽ ആസ് പ്രിവെന്റീവ്. സോ
ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ അവർ പാസ്സാക്കിയ കേസ് അങ്ങോട്ടേക്ക് മാറ്റുന്നു, ആ കേസിനകത്ത് അവർ പറഞ്ഞ എല്ലാ വിധികളും ഒഴിവാക്കി കഴിയുമ്പോൾ ദാറ്റ് വിൽ ബിക്കം എ ക്യൂറേറ്റീവ് ഇൻ നേച്ചർ. ഫൈൻ. So the prohibition is issued before the final order passed to stop the further continuance. For example, ഒരു ഡിസ്ട്രിക്ട് കോർട്ടിൽ ഒരു കേസ് ഇരിക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടിലിരിക്കുന്ന കേസിന് ഫൈനൽ ഓർഡർ വരുന്നതിന് മുമ്പ് ഈ പ്രൊസീഡിങ്സ് ഫർദർ ആയിട്ട് പോവരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആ പ്രൊസീജിയർ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പ്രൊഹിബിഷൻ ഈസ് പ്രിവെന്റീവ് ഇൻ നേച്ചർ, whereas certiorari issued after the final order is passed by quashing the same. For example, ഒരു കോർട്ടിൽ കേസിനകത്ത് ഒരു ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ നടക്കുകയാണ് ലോവർ കോർട്ടിൽ. അപ്പോൾ ആ പറയപ്പെടുന്ന കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക എന്നാവശ്യപ്പെട്ട് അവർ എന്ത് ചെയ്യും? പ്രൊഹിബിഷൻ ചെയ്യും. അല്ലെങ്കിൽ ആ കോർട്ടിൽ നിന്ന് ഒരു വിധി വന്നു, ആ വിധിയെ മുഴുവൻ സ്ക്വാഷ് ഔട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ കൊടുത്തത് 7 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് എങ്കിൽ ഈ വിധിയെ മുഴുവൻ സ്ക്വാഷ് ചെയ്തുകൊണ്ട് ഹയർ കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന വിധി റിട്ടാണ് certiorari എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ certiorari ഈസ് ബോത്ത് പ്രിവെന്റീവ് ആസ് വെൽ ആസ് ക്യൂറേറ്റീവ്. അതുകൊണ്ടാണ് ഇത് പ്രിവെന്റീവ് ക്യൂറേറ്റീവ് ആണ്. ഇത് ആർക്കെതിരെ ഇഷ്യൂ ചെയ്യാൻ പറ്റും? ഒരു ജുഡീഷ്യൽ ബോഡിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിക്കെതിരെയോ ഈ പറയപ്പെടുന്ന certiorari എന്ന് പറയുന്ന കാര്യം ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഒരു ജുഡീഷ്യൽ ബോഡിക്കെതിരെയോ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിക്കെതിരെയോ ഈ പറയപ്പെടുന്ന പ്രോഹിബിഷൻ ഇഷ്യൂ certiorari ഇഷ്യൂ ചെയ്യാൻ പറ്റും. ലെജിസ്ലേറ്റീവ് ബോഡിക്കെതിരെയോ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെയോ പ്രൈവറ്റ് ബോഡിക്കെതിരെ ഇഷ്യൂ ആയിട്ട് പറ്റില്ല. ഇത് നമ്മൾ മറ്റേടത്ത് കണ്ട സെയിം തിങ്. ലെജിസ്ലേറ്റീവ് ബോഡിക്കെതിരെ പ്രൈവറ്റ് ഇൻഡിവിജ്വലോ പ്രൈവറ്റ് ബോഡിക്കെതിരെയോ പ്രോഹിബിഷൻ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇൻ ദ സെയിം വേ certiorari ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. ലാസ്റ്റത്തെ റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ്, ദാറ്റ് ഈസ് കോൾഡ് ക്യുവോ വാറന്റോ. ദാറ്റ് മീനിങ് ബൈ വാട്ട് അതോറിറ്റി ഓർ ബൈ വാട്ട് വാറന്റ്. ആ ക്യുവോ വാറന്റോ എന്നുള്ള വാക്കിൽ തന്നെ പഠിക്കാം ബൈ വാട്ട് വാറന്റ്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഒരു പബ്ലിക് ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ആ ജോലി ചെയ്യാനുള്ള അവകാശമില്ല എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാനുള്ള എലിജിബിലിറ്റി MSc ഫിസിക്സ് ആണെന്ന് വിചാരിക്കാം. ആ പറയപ്പെടുന്ന വ്യക്തിക്ക് ഒരു MSc എൻവയോൺമെന്റൽ സയൻസ് ഉണ്ട്. അപ്പൊ ഈ എൻവയോൺമെന്റ് സയൻസ് വെച്ചാണ് ഇയാൾ ജോലിക്ക് കയറിയിരിക്കുന്നതെങ്കിൽ ഒരാൾ റിട്ട് കൊടുക്കുകയാണ്, ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് ഈ പറയപ്പെടുന്ന ജോലി ചെയ്യാനായിട്ടുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു റിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ കോർട്ട് ആവശ്യപ്പെടും, യു നീഡ് ടു പ്രൂവ് ദാറ്റ് ഓർ യു നീഡ് ടു ഷോ ദാറ്റ് വാട്ട് ഈസ് യുവർ ലീഗൽ ക്ലെയിം ടു ദാറ്റ് ഹോൾഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഓഫീസ്. ഈ പറയപ്പെടുന്ന ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ഫോറൻസിക് ഓഫീസർ ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അപ്പം അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു റിട്ടാണ് അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ് ക്യുവോ വാറന്റോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു പബ്ലിക് ഓഫീസ് ഇല്ലീഗലായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇല്ലീഗലായിട്ട് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്കെതിരെ ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ് ക്യുവോ വാറന്റോ എന്ന് പറയുന്നത്. So it cannot be issued against a ministerial office. Why it cannot be? For example, ഒരു മിനിസ്റ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ മിനിസ്റ്റർ ആയിരിക്കുന്നത്? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഓഫീസ്, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ CEO ആയിരിക്കുന്ന വ്യക്തി, ആ CEO ആയിട്ട് വ്യക്തിയായിട്ട് നിങ്ങൾ ഈ കമ്പനിയിൽ CEO ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ക്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി അഗൈൻസ്റ്റ് എ സബ്സ്റ്റാൻഡ് ഇൻ ദ കേസ് ഓഫ് എ സബ്സ്റ്റാൻഡീവ് പബ്ലിക് ഓഫീസ്. ഒരു പബ്ലിക് ഓഫീസിനെതിരെ മാത്രമേ ഇഷ്യൂഡ്. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കണം? ഇറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ് ബൈ the statute or by the constitution. For example, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു നിയമം അനുസരിച്ചോ അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം, what is called a statute is called statutory law. സ്റ്റാറ്റ്യൂട്ടറി ലോ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം മൂലം, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റ്യൂട്ടറി ലോ. അത് പ്രകാരം നിലവിൽ വന്ന ഒരു ഓഫീസിനെ വിളിക്കുന്നവരാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഫീസ്. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അനുസരിച്ചിട്ട് വന്നിരിക്കുന്ന ഓഫീസാണ് ദാറ്റ് ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ്. അങ്ങനെയുള്ള ഒരു ഓഫീസിനെതിരെ മാത്രമേ, ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്കെതിരെ മാത്രമേ ക്യുവോ വാറന്റോ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മൾ 2 വീഡിയോ കൊണ്ട് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്താണ്, ആർട്ടിക്കിൾ 32 എന്താണ്, ഇതിന്റെ വൈഡ് സ്പെക്ട്രം എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിട്ട് ജൂറിസ്ഡിക്ഷൻസ് എന്താണ്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. I hope that video was really helpful to you. If you need any clarification, do let me know in the comment section. വീഡിയോ വളരെ വെർത്ത്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്യുക. വേരിയസ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട്, മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട്, ക്ലാസ് 10, +1, +2, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഒരു വൈഡ് സ്പെക്ട്രം അല്ലെ 360 ഡിഗ്രിയിലുള്ള ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേരിയസ് പ്ലേലിസ്റ്റുകൾ നമുക്ക് ആവശ്യമാണ്. ഇത് ഓരോന്ന് യൂസ്ഫുൾ ആയ വ്യക്തികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, there will be a lot of people who are waiting to intended to learn, so it will be helpful for them. As a token of gratitude, please like to this particular channel.
കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. ഫോർ വാച്ചിങ്.